ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ന് മൂന്നാം ദിവസമായിട്ട് ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധം അതിരൂക്ഷമായ നിലയിൽ നടക്കുകയാണ്. നമ്പർ 1. ഈ പ്രതിഷേധത്തിന്റെ ഇടയിൽ വേറൊരു ഗ്രൂപ്പ് കൂടിയുണ്ട്, ബസീജ് മിലീഷ്യ. ഈ ബസീജ് മിലീഷ്യയാണ് ഈ പ്രതിഷേധകർക്ക് നേരെ വെടിയുതിർത്തത്. ഇതിനകത്ത് തെഹ്റാനിലുള്ള സ്റ്റുഡൻസുകൾക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ട് പരിക്കേറ്റിരിക്കുന്നത്. ഈ സ്റ്റുഡൻസുകളാണ് ഇപ്പോൾ ഇതിന്റെ പുറകിൽ ഏറ്റവും കൂടുതൽ ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ റേസ പെലവിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് പരക്കെ വാർത്തകൾ വരുന്നത്. അല്ലാതെ ഒരു ഓപ്പോണന്റ് ഇല്ലാണ്ട് ഈ പ്രതിഷേധം ഇമാതിരി ആളിക്കത്തില്ല, അതാണ് മനസ്സിലാക്കുന്നത്. നല്ല പ്രതിഷേധമാണ്, കനത്ത രീതിയിലുള്ള പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൽ കൃത്യമായിട്ട് ഡിക്റ്റേറ്റർ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് തന്നെയാണ് ആയത്തുള്ള ഖമനേയെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ പ്രതിഷേധകർ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ഉള്ളിൽ പരക്കെ ജേർണലിസ്റ്റുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ പ്രതിഷേധത്തിനെ വൈഡായിട്ട് കവറേജ് ചെയ്ത പല മാധ്യമ പ്രവർത്തകരെയും ഇറാന്റെ IRGC ഭരണകൂടം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റുഡൻസിനെ പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റുഡൻസിനെ ഇവര് ഈ ഒരു നേതൃത്വം, അതായത് ഈ പ്രതിഷേധത്തിന് ഒരു തുടക്കം കുറിച്ച ആൾക്കാർ എന്നുള്ള നിലയിൽ ഒരു 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സദൻ തെഹ്റാൻ ഭാഗത്ത് നിന്ന് ഒരു 11 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സദൻ തെഹ്റാൻ ഭാഗത്ത്. ഇതെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന് തടയാൻ വേണ്ടിയിട്ടാണ് ഈ IRGC ഭരണകൂടം ശ്രമിക്കുന്നത്. പക്ഷേ എത്രമാത്രം തടയുന്നുണ്ടോ അത്രമാത്രം പ്രതിഷേധം ശക്തിപ്പെടുന്ന ഒരു രംഗമാണ് നമുക്കിപ്പം ഇറാന്റെ ഉള്ളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അമേരിക്കയിൽ നിന്നും നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ട്രംപ് ഇറാനെതിരെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഗണ്ണിച്ചുകൊണ്ട് ഇറാന്റെ ഉള്ളിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങൾ മിസൈൽ പരീക്ഷണം തുടർച്ചയായിട്ട് നടത്തും എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്ക നല്ല രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഈ ഉപരോധത്തിനിടയിലും ഇറാൻ ചെയ്യുന്ന ഒരു പരിപാടി, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഡ്രോൺ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഡ്രോണുകൾ വിറ്റ് ഇവർ അതിന് പകരം മിസൈൽ വാങ്ങിക്കുന്നുണ്ട്. ഡ്രോൺ കൊടുത്ത് മിസൈൽ വാങ്ങുക, ഇതാണ് ഇപ്പോൾ ഇവരുടെ പുതിയ ഒരു മെത്തേഡ്. ആ രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. റഷ്യ ആണെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ അമേരിക്ക ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിനെ പിന്തുണയ്ക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയേഷൻ വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്നുള്ളൊരു ഓപ്പൺ ഡോർ പോളിസി റഷ്യ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇറാൻ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ അപ്രോച്ച് നടത്താം. പക്ഷേ അമേരിക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വന്നാലും ഇസ്രായേൽ അതിനെ കൂട്ടാക്കുമോ എന്നുള്ളതാണ് ഇവിടെ ഡൗട്ട്ഫുൾ. അപ്പോൾ അതുപോലെ ട്രംപ് ഈ ഇറാന്റെ ഉള്ളിൽ നടന്ന ഒരു വെടിവെപ്പ്, അതിനെക്കുറിച്ചും അതിനെതിരെ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ പൊതുജനങ്ങൾക്കെതിരെ ഇങ്ങനെ വെടിയുതിർക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാടാണ് ട്രംപ് വ്യക്തമാക്കിയത്. അപ്പം ട്രംപ് വ്യക്തമാക്കുന്നത് ഞാൻ ഇസ്രായേലിനോടൊപ്പമാണ് എന്നുള്ളത് ഓൾറെഡി തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇസ്രായേൽ ഇറാന്റെ മേൽ ആക്രമണം നടത്തുന്നെങ്കിൽ അതിനെ ട്രംപ് പിന്തുണയ്ക്കുന്നുള്ള ആ ഒരു സപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ കുറച്ച് ഹാർഷായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഖമനേയിക്ക് ശരിക്കും ഇറാന്റെ ഉള്ളിൽ മസൂദ് പെസസ്കിയാനെ നല്ല രീതിയിലുള്ള ഡൗട്ട് ഉണ്ട്. ഈ പ്രതിഷേധത്തിന്റെ പുറകില് മസൂദ് പെസസ്കിയാൻ, അതായത് ഇറാന്റെ പ്രസിഡന്റ് ആണോ എന്നുള്ള ഡൗട്ടും കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മസൂദ് പെസസ്കിയാനെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇറാൻ പാർലമെന്റിന്റെ ഉള്ളിൽ തകൃതിയായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഈ ചെയിൻ ഓഫ് ഈവൻസ് മൊത്തം നടന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ അവസരവാദികൾ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഈ റേസ പെലവിയുടെ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് പഴയ ഈ ഷാ ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോഴും അവരൊരു ആർമിയായിട്ട് തന്നെയാണ്, അവരൊരു സീക്രട്ട് ആർമിയായിട്ട് തന്നെയാണ് ഇറാന്റെ ഉള്ളിൽ അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ ഈ ഒരു സർക്കാരിനെതിരെ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അവരതിന് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കും. അപ്പോൾ ആ പ്രൊമോഷൻ കൊടുക്കുന്നതിലുപരിയായിട്ട് അവരും കൂടി പങ്കെടുക്കും. അതാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നിലവിൽ ഇറാന്റെ ഉള്ളിലെ ഇന്റർണൽ പൊളിറ്റിക്സ്
അതാണ് ഒരു പ്രശ്നമായിട്ട് അവിടെ തുടരുന്നത്. അപ്പോൾ പെസസ്കിയാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ പ്രതിഷേധം നടത്തുന്ന ആൾക്കാരുമായിട്ട് ഒരു ചർച്ച നടത്തിയാലോ എന്നുള്ളൊരു ഒപ്പീനിയനാണ് ശരിക്കും പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം തികച്ചും ഈ ഒരു പ്രൊട്ടസ്റ്റേഴ്സ് അവർ ഈ ഖമനേയിക്കെതിരെയാണ് സ്ലോഗൻസ് ഉയർത്തുന്നത്. റെജീം ചേഞ്ച് എന്നുള്ള നിലയിലുള്ള ഒരു വെസ്റ്റേൺ നറേറ്റീവിലേക്ക് വഴി തെളിയിച്ചത്. കാരണം അവിടുത്തെ സുപ്രീം ലീഡറാണ് ആയത്തുള്ള അലി ഖമനേയി. അപ്പം അയാൾക്കെതിരെയാണ് ഈ ഒരു പ്രതിഷേധം. അതും പ്രത്യേകിച്ച് യുവാക്കൾ, അതായത് ഈ മതബന്ധനങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ യുവാക്കളാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജനറേഷണൽ ഗ്യാപ്പ് അതിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് തീവ്ര മതനിലപാടുള്ള സുപ്രീം ലീഡർ നയിക്കുന്ന ഒരു ഇറാൻ, കുറേ യുവാക്കൾ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ രീതിയിലുള്ള റെസ്ട്രിക്റ്റഡ് ലൈഫ് വേണ്ട, ഞങ്ങൾക്ക് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെയുള്ള ഒരു സ്വാതന്ത്ര്യ ലൈഫും ഒരു ഫ്രീഡം ഉള്ള ഒരു ലൈഫ് മതി എന്ന് തീരുമാനിക്കുന്ന ഒരു യുവജനത. ഇത് രണ്ടും തമ്മിലാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ആരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സുപ്രീം ലീഡർ എന്ന് പറഞ്ഞാലും അതും ഒരു തരത്തിൽ ഒരു ഏകാധിപതി തന്നെയാണ്. അപ്പോൾ ഒരു ഏകാധിപതിക്കും അങ്ങനെ നിരന്തരമായിട്ട് അങ്ങനെ ഇരുന്ന് ഭരിക്കാനൊന്നും പറ്റില്ല. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. കാരണം ഇപ്പോൾ ഈ ഒരു ഏകാധിപതി, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആയത്തുള്ള അലി ഖമനേയി സുപ്രീം ലീഡർ മാറിക്കഴിഞ്ഞാൽ അയാളുടെ മകൻ വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ ഒരു സുപ്രീം ലീഡർ പൊസിഷൻ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 1979 തൊട്ട് ഇറാൻ ഇവരുടെ പിടിയിലാണ്. അതുപോലെ ഇറാൻ കാനഡയുടെ നേവി അതായത് ഇവരുടെ അടുത്തൂടെ, ഇറാൻ്റെ അടുത്തൂടെ ഏതെങ്കിലും ഷിപ്പ് കടന്നുപോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളുടെ, അതേപോലെ അമേരിക്ക, കാനഡ ഉൾപ്പെടെയുള്ള ആ ചേരിയിലുള്ള രാജ്യങ്ങളുടെ ഷിപ്പുകൾ കടന്നുപോയി കഴിഞ്ഞാൽ അതിനെ ടാർഗറ്റ് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇറാൻ്റെ ഉള്ളിൽ ഓൾറെഡി അസ്വസ്ഥതയുണ്ട്. അതിന് പുറമെ ഇപ്പം നെതന്യാഹുവിൻ്റെ അമേരിക്ക സന്ദർശനം, ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇറാനെ ആക്രമിക്കുമെന്നുള്ള രീതിയിലുള്ള ഭീഷണി, ഇതിനെയൊക്കെ തുടർന്ന് ശരിക്കും ഈ കപ്പലുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ കാനഡയുടെ നേവിയെ ഇറാൻ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു വിഷയം. അഥവാ കാനഡയുടെ ഷിപ്പ് ഇതിലെ കടന്നു പോകുന്നുവെങ്കിൽ ഇറാൻ അതിനെ കൈവശപ്പെടുത്തും. അതായത് ഇറാൻ ഫുൾ ത്രെട്ട് കൊടുക്കുകയാണ്, മുഴുവൻ ഭീഷണിയാണ്. ഭീഷണി മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അവർ അടുത്ത ഉടനെ സ്റ്റേറ്റ് ഓഫ് ഹോംസ് എന്ന് പറഞ്ഞ ആ ഒരു കടലെടുക്ക് ഞങ്ങൾ അടയ്ക്കും, അത് ക്ലോസ് ചെയ്യുമെന്ന് വരെ ഇനിയുള്ള അടുത്ത പ്രസ്താവനകൾ വരാനുള്ള സാധ്യതയുണ്ട്. കറൻസി ക്രൈസിസിനെ തുടർന്ന് ഇറാന്റെ സെൻട്രൽ ബാങ്കിന്റെ ചീഫിനെ അവർ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഈ സെൻട്രൽ ബാങ്കിനെ റീപ്ലേസ് ചെയ്തതുകൊണ്ട് ഈ കറൻസി എക്സ്ചേഞ്ചിന്റെ ക്രൈസിസ് മാറുമെന്ന് തോന്നുന്നില്ല. ഈ പ്രധാനമായിട്ടും ഈ കറൻസി എക്സ്ചേഞ്ച്, ഈ ഡോളർ മൂല്യത്തിനെ ചൊല്ലി ഈ ഡോളർ മൂല്യം ഉയർന്നു പോവുകയും ഈ കറൻസി എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഷോർട്ടേജ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് പല ബാങ്കുകളും അടച്ചുപൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾക്ക് കറൻസി കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്ത സാഹചര്യം രൂപപ്പെടുകയും അതിനെ തുടർന്ന് ഈ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ ഇപ്പോൾ 3 ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രതിഷേധം മാറിയത്. ഇപ്പോൾ ഈ ഒരു സ്ഥിതിഗതികൾ വെച്ച് വിലയിരുത്തുമ്പോഴത്തേക്കും ഇറാന്റെ ഉള്ളിൽ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ ഉയർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഓൾറെഡി തന്നെ നല്ല രീതിയിലുള്ള ഇൻഫ്ലേഷനാണ് ഉള്ളത്. അപ്പോൾ ഇനിയും ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രൊട്ടസ്റ്റ്, ഇങ്ങനെ പ്രതിഷേധം ഇങ്ങനെ തുടർന്ന് പോകുമ്പോഴത്തേക്കും ഇനിയും ഇറാന്റെ ഇൻഫ്ലേഷൻ വർദ്ധിക്കുമെന്നുള്ളൊരു ആശങ്ക ഗവൺമെന്റിനുമുണ്ട്, അവിടുത്തെ ജനങ്ങൾക്കുമുണ്ട്. ഇതാണ് ഇപ്പോൾ നിലവിലെ ഇറാന്റെ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും ഫർദർ ഡെവലപ്മെന്റ്സുകൾ ഉണ്ടാകുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.